ഉണ്ണെണ്ണ കിണത്ത് തൂറാൻ പാടില്ല എന്നാണ്. അതെന്റെ സിനിമ ഡയലോഗാണ്, ഇൻട്രോ ഡയലോഗാണ്, അതാണ് പഠിച്ചത്. നല്ല പടക്കം കേക്കട്ടെ, എന്തായാലും പറഞ്ഞു തുടങ്ങിയല്ലോ, പറ. ഉണ്ണെണ്ണ കിണത്ത് തൂറാൻ പാടില്ല എന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. നീ തൂറോടാ. എൻ്റെ പാർട്ട്ണർ പാലക്കാടുകാരിയാണ്. ദീപ്തിയുടെ ഈ ലാംഗ്വേജിന്റെ റെഫറൻസ് ഒക്കെ എടുത്തേ. അവളുടെ റെഫറൻസ് എടുക്കും, എന്നിട്ട് അത് വേണ്ടാന്ന് വെക്കും നമ്മൾ. വീട്ടിൽ പോവാൻ കുട്ടിക്ക് ഒരു പ്ലാനും ഇല്ലേ? അയ്യോ, ഇത് കട്ട് ചെയ്യണേ, കട്ട് ചെയ്യണേ. ചില ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഞാൻ കാസർഗോട്ടുകാരനാണ്, അതുകൊണ്ട് രാജേഷിന്റെ സിനിമ ആയതുകൊണ്ട് കാണാമെന്ന്. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോഴല്ലോ അറിയില്ലട്ടോ പുള്ളി ഇങ്ങനെ ഒരു സംഭവം. ആരോടും പറയില്ലെങ്കിൽ ഒരു രഹസ്യം പറയാം, ഇതൊക്കെ എൻ്റെ ആൾക്കാരാ. എത്ര രൂപ വെച്ച് കൊടുത്തു? ഇല്ല, ഇത് ലോ ബഡ്ജറ്റ് സിനിമയായതുകൊണ്ട്. ഒരുപാട് മൃഗങ്ങളുണ്ട്, ഇതിലില്ലാത്ത എന്തെങ്കിലും മൃഗമുണ്ടോ? ഞങ്ങൾ വളർത്തു മൃഗങ്ങൾ മാത്രമേ ഉപയോഗിച്ചു. ഇതൊരു ചെന്നായിനെ പോലെ തോന്നിയിരുന്നു. ചെന്നായി ആരാണ് അത്? ചെന്നായിയൊക്കെ ഇത് ചെന്നായിനെ പോലെ ഉണ്ട്. അത് പട്ടി, അത് സൈബീരിയൻ ഹസ്കി. ചെന്നായി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവനിക്ക് പണി കൊടുക്കണം. സബീനൊക്കെ ഒരു ഷോട്ട് കഴിഞ്ഞിട്ട് മറ്റേ വന്നിട്ട് രണ്ടാമത്തെ ടേക്ക് എടുക്കാന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴേക്കും മറ്റേ ആ പശുവൊക്കെ രണ്ടാമത്തെ ഷോട്ടിന് വേണ്ടി പൊസിഷനിലേക്ക് വന്ന് നിൽക്കും. പെരിയ ആള് അല്ലേ? മനുഷ്യന്മാരെ മാത്രമല്ല, മൃഗങ്ങളെ വരെ ചൊൽപ്പ. അവിടെ എല്ലാവരും അങ്ങനെ സംസാരിക്കും. ക്യാമറ എടുത്ത് നിന്നിട്ട് കുറച്ച് അങ്ങോട്ട് നിൽക്കുന്നൊക്കെ പറഞ്ഞാണ് ക്യാമറ താറാവൊക്കെ മാറി നിൽക്കും. കാസർഗോഡുകാരനാണ്. കാസർഗോഡുകാരെ മുഴുവൻ സിനിമയിലേക്ക് കൊണ്ടുവരുന്ന ആളാണ്. പക്ഷെ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമ പാലക്കാടാണ് ഗൈസ്. അപ്പോൾ സിനിമയെക്കുറിച്ച്, സിനിമയുടെ പേര് പെണ്ണും പൊറാട്ടും എന്നാണ്. സിനിമയുടെ ഡയറക്ടർ, റൈറ്റർ ആൻഡ് സിനിമാറ്റോഗ്രാഫർ, ഇവർ 3 പേരുമാണ് ഇന്ന് ലൈറ്റ്സ് ക്യാമറ ടോക്കിൽ. അപ്പോൾ വെൽക്കം യു ഗൈസ്. ഇൻട്രോ ഞാൻ പറഞ്ഞപ്പോൾ ഒരു സമാധാനം കിട്ടിയില്ലേ? പിന്നെ രാജേഷേട്ടാ, ആദ്യത്തെ ചോദ്യം റൈറ്ററിനോടാണ്. രാജേഷേട്ടൻ എന്ന് പറയുമ്പോൾ നമ്മുടെ തലയിൽ വരുന്ന ഒരു കാസർഗോഡ് ഫീലാണ്. കാരണം കാസർഗോഡുകാരായിട്ട് സ്ക്രീനിന്റെ മുമ്പിൽ കൊണ്ടിരുന്നതും കാസർഗോഡുകാരായിട്ട് സ്ക്രീനിന്റെ മുമ്പിൽ വരുന്നൊക്കെ ആളാണ്. അങ്ങനെയുള്ള ആളുടെ അടുത്തേക്ക് പാലക്കാടൻ കഥയായിട്ട് കൊണ്ടുവരാനുള്ള കുട്ടിയുടെ ധൈര്യം ഇല്ല. അങ്ങനെയല്ല, ആക്ച്വലി ഞങ്ങൾ വളരെ മുമ്പ് ഒരുമിച്ച് കാസർഗോഡ് ചെയ്താലോ നമ്മൾ ആലോചിച്ചിരുന്നു. ആലോചിച്ചിരുന്നു. പക്ഷേ നമ്മളത് കുറേ കാലം ചെയ്യാൻ സാധിക്കാതെ ചെയ്യാൻ ശ്രമിച്ചു, മുന്നോട്ട് പോയി. അതിന് കഴിഞ്ഞപ്പോൾ നമ്മൾ രണ്ടുപേരും ചിന്തിച്ചു, നമുക്കത് എന്തുകൊണ്ട് പാലക്കാട് ചെയ്തുകൂടാ, അത്രയേ ഉള്ളൂ എൻ്റെ കാര്യം. കാസർഗോഡ് ചെയ്യേണ്ടെന്ന് തീരുമാനമാണ്. പിന്നെ നമുക്ക് പാലക്കാടൻ ഭാഷ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടുത്തെ ആൾക്കാരെയും ഭാഷയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്നൊരു തീരുമാനത്തിൻ്റെ പുറത്താണ് നമ്മൾ പാലക്കാട്ടിലേക്ക് മാറിയത്. അപ്പൊ പക്ഷെ ആള് വേറെ സ്ഥലം എവിടെയാ? ഞാൻ മലപ്പുറമാണ്. ഒരു മലപ്പുറം, ഒരു കാസർഗോഡും കോഴിക്കോടാണ്. കോഴിക്കോട്. ഇപ്പൊ ഇവിടെ പാലക്കാടുകാരെ ആരെങ്കിലും നിങ്ങൾ സെറ്റിൽ ഉണ്ടായിരുന്നോ അതർ ദാൻ ദി ആക്ടേഴ്സ്? എൻ്റെ പാർട്ട്ണർ പാലക്കാടുകാരിയാണ്. ഓ, ദീപ്തി പാലക്കാടുകാരിയാണല്ലോ. ദീപ്തിയുടെ അടുത്താണ് ഈ ലാംഗ്വേജിന്റെ റെഫറൻസ് ഒക്കെ എടുത്തേ. അവളുടെ റെഫറൻസ് എടുക്കും, എന്നിട്ട് അത് വേണ്ടാന്ന് വെക്കും നമ്മൾ. എന്ത് വേണ്ടാന്ന് ഞങ്ങൾ അവിടെ വീട്ടിൽ പോവാൻ കുട്ടിക്ക് ഒരു പ്ലാനും ഇല്ലേ? അയ്യോ, ഇത് കട്ട് ചെയ്യണേ, അവളിങ്ങനെ ഫ്രണ്ടിലിരിക്കാതെ ഒരു ഇന്റർവ്യൂ ആണ്. പിന്നെ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് അവളുണ്ടാവും, എപ്പോഴും എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഫ്രണ്ടിലിരുന്നിട്ട് നോക്കുന്നുണ്ടാവും. ഇന്ന് അവളില്ല, അതിൻ്റെ ഒരു ധൈര്യത്തിൽ പറഞ്ഞതാണ്. പ്രശ്നമാവോ എന്തോ. അടുത്ത പ്രാവശ്യം കാണുമ്പോഴും ദീപ്തിയോടൊക്കെ തന്നെ ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാവണേ. ഇത് പറ, IFFKയിലൊക്കെ ഭയങ്കര റിവ്യൂസ്. അതായത് ഞാനിങ്ങനെ പെണ്ണും പൊറാട്ടം നടിക്കുമ്പോൾ ഈ റിവ്യൂസ് ആൾക്കാർ പറയണതാ കാണുന്നത്. എജാതി റിവ്യൂസ്, ഭയങ്കര എക്സ്പെക്ടേഷൻ ആയിപ്പോയി. ഇപ്പൊ അവിടെ ഒക്കെ ഇറക്കിയിട്ടേ ഇവിടെ തിയേറ്ററിൽ ഇറക്കുമ്പോൾ നിങ്ങൾക്ക് ആ ടെൻഷൻ ഉണ്ടോ? ഞങ്ങളുടെ ഹൈ എക്സ്പെക്ടേഷൻ ടെൻഷൻ. നമുക്ക് എല്ലാ തിയേറ്ററിൽ കളിക്കുമ്പോഴും ഒരേ ടെൻഷൻ ആണല്ലേ? IFFKയിലും പോയപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള റിവ്യൂസാണ് കിട്ടിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ മലയാളികൾ, നോൺ മലയാളി ആയിട്ടുള്ള ആൾക്കാരായിരുന്നു കണ്ടുകൊണ്ടായിരുന്നു. വിദേശത്തിലുള്ള ആൾക്കാരുണ്ടായിരുന്നു, കുറേ തമിഴ്, മറ്റേ നോർത്ത് ഇന്ത്യൻസ് എല്ലാവരും. അപ്പോൾ അവർക്കൊക്കെ ഇത് കണക്റ്റായി എന്നൊക്കെ പറഞ്ഞത് ഞങ്ങൾക്ക് അപ്പോൾ ഭയങ്കര അത്ഭുതമായിരുന്നു. നമ്മൾ ഭയങ്കര കൊളോക്കിയലായിട്ടുള്ളൊരു ലാംഗ്വേജിലേക്കാണ് സിനിമ. പക്ഷേ അവർക്കൊക്കെ ഇഷ്ടമായി. പിന്നെ IFFKയിലും കണ്ടു. പിന്നെ IFFKയിലേക്ക് വന്നു. തിരുവനന്തപുരം 3 ഷോ ഉണ്ടായിരുന്നു. നമ്മളുടെ സിനിമ, നമ്മൾ ഡെലിഗേറ്റ്സൊക്കെ ആയി പോയ സ്ഥലത്ത് നമ്മളുടെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആൾക്കാർ ബഹളം ഉണ്ടാക്കുന്നു, തല്ലുകൂടുന്നു, പോലീസൊക്കെ വരേണ്ടി വരുന്നു.
അങ്ങനെയൊക്കെയാണ് ആദ്യത്തെ ഷോ കഴിഞ്ഞത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് കിളി പോയി. ചില ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഒരു ചേട്ടനൊക്കെ റിവ്യൂ ഉണ്ടായിരുന്നു, ഞാനേ കാസർഗോട്ടുകാരനാണ്, അതുകൊണ്ട് രാജേഷിന്റെ സിനിമ ആയതുകൊണ്ട് കാണാൻ വന്നത്, പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോഴല്ലോ അറിഞ്ഞില്ല കേട്ടോ പുള്ളി ഇങ്ങനെ ഒരു സംഭവം. എനിക്ക് പെട്ടെന്ന് തന്നെ നെടുമുടി വേണു സാറിന്റെ ഡയലോഗ് ഉണ്ടല്ലോ, അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. ഇതൊക്കെ ആരോടും പറയില്ലെങ്കിൽ ഒരു രഹസ്യം പറയാം, ഇതൊക്കെ എൻ്റെ ആൾക്കാരാ. എത്ര രൂപ വെച്ച് കൊടുക്കും? ഇല്ല, ഇത് ലോ ബഡ്ജറ്റ് സിനിമയാണ്. എത്ര മനുഷ്യന്മാരാ ഞാൻ വന്നപ്പോ തൊട്ടേ, ഞാൻ എന്റെ ബാക്കിൽ ഇരിക്കുന്ന പോസ്റ്റർ നോക്കാം, ഇതിൽ എത്ര ആക്ടേഴ്സ് ഉണ്ട് മൊത്തം? നിങ്ങൾ 100ഓളം പിന്നെ മനുഷ്യന്മാരും 400ഓളം മൃഗങ്ങളുമാണ് സിനിമയിൽ. ഇതിലെ കാസ്റ്റിംഗ് ഡയറക്ടർ താങ്കളാ? അല്ല 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 അല്ല, ആരായിരുന്നു? പുള്ളിക്ക് നല്ല പണിയാണല്ലോ കൊടുത്തേ. നല്ല പണിയാണ് കൊടുത്തത്. ഞാൻ ഇതുവരെ എടുത്ത പണികൾ ഒക്കെ വെച്ചിട്ട് ആ പണിയൊക്കെ ഒരൊറ്റ പണിയായിട്ട് ആർക്കും കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് കാത്തു വെച്ചിരിക്കുകയായിരുന്നു, കൊടുത്തതാണ്. നല്ല പണിയായിരുന്നു. അതെ. അജയ് വിജയനും പിന്നെ സതീഷ് പുളിക്കായിരുന്നു ഇതിൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ്. സതീഷ് ഇതിൽ ഒരു മെയിൻ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അജയ് എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ പ്രോസസ്സൊക്കെ അറിയാം. അപ്പോൾ അവർ ഒരു പിന്നെ 7-8 മാസത്തോളം ഓഡിഷൻ ചെയ്തിട്ടുണ്ട്. ഒരു 2000-3000 ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും അവർ. അതിൽ നിന്നുള്ള ആക്ടേഴ്സാണ്. പക്ഷെ അപ്പൊ അവരൊന്നും ഈ പറഞ്ഞ പോലെ അവരുടെയൊക്കെ ഫസ്റ്റ് സിനിമ ആയിരിക്കില്ലേ മിക്കവാറും ആളുകളുടെ? ഭൂരിഭാഗം ആൾക്കാരുടെ നമ്മുടെ സിനിമ കഴിഞ്ഞതിന് ശേഷം 1-2 സിനിമയിലൊക്കെ അഭിനയിച്ച ആൾക്കാരുണ്ട്. പിന്നെ അതല്ലാതെ ഭൂരിഭാഗം ആൾക്കാർ. ആക്ച്വലി പെണ്ണും പൊറോട്ട എന്ന് ഷൂട്ട് ചെയ്ത് വെച്ചേക്കുന്നതാ? ഞങ്ങൾ കഴിഞ്ഞ ജൂലൈയിൽ കഴിഞ്ഞു. ഓ, അപ്പൊ കഴിഞ്ഞതാണ്. ഒരുപാടായിട്ടില്ല. ഇല്ല. ഞാൻ ചോദിക്കട്ടെ, ഞാൻ എപ്പോഴും, അതായത് നമ്മുടെ ഫെമിനിച്ചി ഫാത്തിമയുടെ ഒക്കെ അപ്പോഴും എനിക്കുണ്ടായിരുന്ന ഒരു ഡൗട്ടാ, നമ്മൾ പണ്ട് അവാർഡ് സിനിമ എന്ന് പറഞ്ഞ് കണ്ടിട്ടുള്ള സിനിമകളല്ല ഇപ്പൊ IFFKയിലും ഒക്കെ കാണിക്കുന്ന സിനിമകൾ. അങ്ങനത്തെ സിനിമയേ അല്ല. നമ്മളത് അവാർഡ്, അതായത് ഈ IFFKയിൽ കാണിക്കുന്ന സിനിമകൾ തിയേറ്ററിൽ വരുമ്പോൾ ചിലപ്പോൾ ആളുകൾ കുറഞ്ഞു പോകുന്ന അങ്ങനെ ഒരു തോട്ടിലായിരിക്കും. അപ്പൊ നമുക്ക് തിയേറ്ററിൽ കിട്ടുന്നതിന് മുമ്പ് ഇത് അവാർഡ്സിന് നിങ്ങൾ അയക്കുന്നതിന്റെ കാര്യം എന്താ? ഈസ് ദർ എ ബെനിഫിറ്റ്? ഒരു ആസ് എ ഫിലിം മേക്കർ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടോ അതിന്? നമ്മുടെ ഈ സിനിമയെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് ഇതിന് ഒരു ആൾക്കാർ കണ്ടു തന്നെ ഇത് അറിയണം. ആൾക്കാർ എന്താണെന്ന് പബ്ലിസിറ്റി തന്നെ വേണം. ഞങ്ങൾക്ക് വേറെ പിന്നെ ആക്ടേഴ്സ് ഇല്ല ഞങ്ങൾക്ക് മുൻപിൽ നിർത്തി മാർക്കറ്റ് ചെയ്യാൻ. വേറെ നമുക്ക് അങ്ങനെ അതായത് സ്പെഷ്യലായിട്ട് ഇവിടെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനങ്ങൾ നമ്മുടെ കയ്യിലില്ല. നമ്മളിത് ഈ കണ്ടന്റിനെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആരെങ്കിലും കണ്ടിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് അറിയുന്നതാണ് നല്ലതെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ പിന്നെ IFFIയും വന്നു കഴിഞ്ഞപ്പോൾ അത് ഞങ്ങളുടെ അങ്ങനൊരു സ്പേസാണ് എന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ പണ്ട് ഈ ഫിലിം ഫെസ്റ്റിവലുകളിൽ പോയിരുന്ന സിനിമകൾക്ക് അവാർഡ് സിനിമ എന്നൊക്കെ ഉള്ളൊരു കോൺസെപ്റ്റ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളൊക്കെ വർക്ക് ചെയ്ത കുറേ സിനിമകൾ ഫിലിം ഫെസ്റ്റിവലുകളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. മഹേഷിൻ്റെ പ്രതികാരമായിക്കഴിഞ്ഞാലും തൊണ്ടി മുതലൊക്കെ ആയിക്കഴിഞ്ഞാലും പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ സിനിമകൾ, ജല്ലിക്കെട്ടും പിന്നെ ചുരുളിയൊക്കെ പോലുള്ള സിനിമകൾ എല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനൊന്നും ഇതൊന്നും ബാധിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് പിന്നെ ഫിലിം ഫെസ്റ്റിവലിന് പോയപ്പോൾ ഞങ്ങൾ അവിടുത്തെ കൊമേഴ്ഷ്യൽ സിനിമക്കാരും മറ്റേ ഇപ്പോൾ പുറത്ത് കൊമേഴ്ഷ്യൽ സിനിമ ഇത് വരുമ്പോൾ ഇത് ഫെസ്റ്റിവലിന് പോയ സിനിമയും എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത്. എന്ത് ചെയ്യാൻ, അവിടുത്തെ ഫെസ്റ്റിവൽ സിനിമ വേറെ സിനിമകളായിരുന്നു അല്ലേ? അവിടുത്തെ കൊമേഴ്ഷ്യൽസ് എന്റർടൈൻമെന്റ് സാധനം അല്ലേ? ഓ മാൻ, ഇത് സബിന് ആദ്യം പെണ്ണും പൊറാട്ടിന്റെ ഒരു ഔട്ട്ലൈൻ കിട്ടുന്നത് എന്തായിരുന്നു? ആദ്യം ഫുൾ ഒരു ബഹളം ഷൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒരുപാട് ആൾക്കാർ, വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ക്യാമറ എപ്പോഴും മൂവ് ചെയ്തോണ്ടിരിക്കണം. അത് കഴിഞ്ഞ് നിൽക്കാൻ സമയം കിട്ടിയിട്ടില്ല. പിന്നെ ക്യാമറ തോളത്തായിരുന്നു. സബിന്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ എല്ലായിടത്തും നമ്മളൊരു ഷോട്ട് തീരുമാനിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഇതാണ് നിങ്ങളുടെ പൊസിഷൻ എന്നൊക്കെ നമുക്ക് പറഞ്ഞു കൊടുത്തിട്ട് അഭിനയിപ്പിക്കാം. ഇതങ്ങനെയല്ല, അവർക്ക് തോന്നുന്ന സ്ഥലത്ത് നിന്ന് അഭിനയിക്കും. സബിന് അത് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി അവരുടെ പിറകെ ഓടണം. അങ്ങനെയാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർ തോന്നുന്ന സമയത്തായിരിക്കും അഭിനയിക്കുന്നത്, അവർ തോന്നുന്ന സ്ഥലത്തേക്ക് നോക്കിയിട്ടായിരിക്കും അഭിനയിക്കുന്നത്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സബിൻ പക്ഷെ അത് എടുത്തോളം എങ്ങനെയോ എടുത്തിട്ടുണ്ട് അല്ലേ? ഞാൻ ഇതിപ്പോ പാലക്കാട് നമ്മുടെ കൊല്ലങ്കോട്ടല്ലേ ഷൂട്ട് ചെയ്തേക്കുന്നത്. യൂഷ്വലി കൊല്ലങ്കോട് എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന ഒരു വിഷ്വൽ ഉണ്ടല്ലോ, മറ്റേ പച്ചപ്പും ഹരിതാഭയും. ആ സാധനം ഇതിൽ അതായത് ഞാൻ ട്രെയിലർ കണ്ടു, ടീസർ കണ്ടു, ഇതിലൊന്നും ഈ സാധനം വന്നിട്ടില്ല. അതായത് കൊല്ലങ്കോടിന്റെ ആ സൈഡ് വന്നിട്ടില്ല. അതൊരു കോൺഷ്യസ് പരിപാടിയാ? കോൺഷ്യസ് ആണ്. രാജേഷേട്ടൻ ആദ്യം പറഞ്ഞ ബ്രീഫിലുള്ള ഒരു സ്ഥലമാണ്. അവിടുത്തെ ഒരു ഗ്രാമഭംഗിയല്ല കാണിക്കുന്നത്, അവിടെ അല്ലാതെ ഉള്ളൊരു ജോഗ്രഫി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് കോൺഷ്യസ് ആയിരുന്നു. ഒരു സ്ഥലത്തും വയൽ കാണിക്കരുത് ഉണ്ടായിരുന്നു അല്ലേ? പച്ചപ്പും ഹരിതാഭയും വേണ്ട.
എന്നിട്ട് പിന്നെ പാലക്കാട് സെലക്ട് ചെയ്യാൻ കാരണം എന്താ? ആ ഭാഷ ഉദ്ദേശിച്ചിട്ടാ? അതാണ് ഒരു മെയിൻ കാര്യം. അതാണ്. പിന്നെ നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ സ്ഥലങ്ങൾ, നമ്മളുടെ ടെറൈൻ ഇപ്പോൾ സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. ആ സ്ഥലം അങ്ങനെ ഭയങ്കര വൈവിധ്യമായിട്ടുള്ള ഒരു സ്ഥലം. നമുക്ക് എങ്ങനെയുള്ള സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ കണ്ടെത്താനുള്ള എളുപ്പമുണ്ട് പാലക്കാട്. അതാണ്. പിന്നെ അവിടുത്തെ മനുഷ്യന്മാരുടെ സ്നേഹം. അവിടെ ഈ ഇതിലേക്ക് സെലക്ട് ചെയ്തേക്കുന്ന ആക്ടേഴ്സ് ഒക്കെ അവിടെ നിന്ന് സെലക്ട് ചെയ്താണ് പാലക്കാട് നിന്ന്. ആണോ? അങ്ങനെയാണോ? 3 പഞ്ചായത്തിലാണ് മെയിനായിട്ട് ആൾക്കാർ. ഏത് പഞ്ചായത്ത്? 3 കൊല്ലം ചുറ്റുള്ള 3 പഞ്ചായത്തുകളിൽ നിന്നുള്ള ഒരുവിധപ്പെട്ട എല്ലാ ആൾക്കാരും നമ്മൾ ഓഡിഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് എടുത്തിട്ടുള്ള അല്ല, ഇതുപോലെ ആൾക്കാരെ സെലക്ട് ചെയ്യുമ്പോഴും ക്രൈറ്റീരിയ അവരുടെ ഭാഷ തന്നെയായിരുന്നു? ഭാഷ ഒരു ക്രൈറ്റീരിയ ആയിരുന്നു. അത് ആ കൊല്ലംകോട് ഭാഗത്ത് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ഭാഷ തന്നെയുണ്ട്. പാലക്കാട് ഭാഗത്തു നിന്നുള്ള ഭാഷയല്ല, കൊല്ലംകോട് കുറച്ചുകൂടി തമിഴ്നാട് ചേർന്ന് നിൽക്കുന്ന ഭാഷയാണ്. അപ്പൊ എല്ലാവരെയും ആ ഭാഷയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഓഡീഷന്റെ ഒരു രാജേഷ് ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ടല്ലോ, കഷ്ടപ്പെട്ടാണല്ലോ. ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിപ്പോ പിടിക്കാൻ പറ്റുമോ? ഉണ്ണെണ്ണ കണത്ത് തൂറാൻ പാടില്ല എന്നാണ് ഡയലോഗ് അതെന്റെ സിനിമ ഡയലോഗാണ്, ഇൻട്രോ ഡയലോഗാണ്. അതാണ് പഠിച്ചത്. നല്ല തുടക്കം. കേക്കട്ടെ, എന്തായാലും പറഞ്ഞു തുടങ്ങിയല്ലേ, പറ. ഉണ്ണെണ്ണ കണത്ത് തൂറാൻ പാടില്ല എന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. നീ തൂറോടാ. ഇത് എത്ര സമയം എടുത്തു പഠിക്കാൻ? എളുപ്പമായിരുന്നു അത്? ഇത് എനിക്കാകെ നമ്മൾ കംഫർട്ടബിലിറ്റിക്ക് അനുസരിച്ചിട്ടാണല്ലോ നമ്മളാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ രവിയോട് മാക്സിമം ഡയലോഗ് കുറച്ചിട്ട് ഒരു പരിപാടി എഴുതി തരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സീനാണ് പിന്നെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ 2-3 എനിക്കാകെ ഒരു 4-5ഓളം ഡയലോഗുകളായിരിക്കും ടോട്ടലായിട്ട് ഉണ്ടാവുന്നത്. അതുകൊണ്ട് കഷ്ടപ്പാട് അത്ര. സിനിമയുടെ നല്ലതിന് അതാ നല്ലതല്ലേ? ഇങ്ങനെ അധികം ഇപ്പൊ ഇതിന്റെ ഈ പെണ്ണും പൊറാട്ടും നമ്മൾ കാണുമ്പോ ഇപ്പൊ ഞാൻ ട്രെയിലർ കണ്ടപ്പോ എനിക്ക് മനസ്സിലായത് ഇതിൽ ഈ മൃഗങ്ങളുടെ കുറെ പെർസ്പെക്റ്റീവ് ഉണ്ട്. അവരുടെ മൈൻഡിലുള്ള സാധനങ്ങൾ ഈ മൈൻഡ് വോയിസ് പോലെ കുറേ മൃഗങ്ങളും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തോട്ട് വരണമെങ്കിൽ ഒരു കാരണം വേണമല്ലോ, ആ തോട്ടിന് ഒരു ഇൻസ്പിറേഷൻ വേണമല്ലോ. ഫസ്റ്റ് തോട്ട് അത് എന്തായിരുന്നു? ഞങ്ങൾ രണ്ടുപേരും മൃഗങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് പണ്ടൊരു നായ ഉണ്ടായിരുന്നു, രാമു. ആക്ച്വലി അവനോട് ബന്ധപ്പെട്ടുണ്ടായ കുറച്ച് കാര്യങ്ങളിൽ നിന്നാണ് ശരിക്കും കഥ ഒറിജിൻ ചെയ്യുന്നത്. പിന്നെ വേറൊരു റിയൽ ഞങ്ങളുടെ ഇടയിലുണ്ടായിട്ടുള്ള സംഭവം. ശരിക്കും ഇപ്പം മൃഗങ്ങളുടെ പെർസ്പെക്റ്റീവിൽ ഒരു കഥ ചിന്തിച്ചു തുടങ്ങിയത് അങ്ങനെയായിരുന്നു. കഥയുടെ ഒരു ലൈൻ ആലോചിച്ച് തുടങ്ങിയത് അങ്ങനെയായിരുന്നു. അതിൻ്റെ ഭാഗം അതാണ് തുടക്കം. രാജശേഖരൻ ഇതില്ലേ, അതായത് നമ്മളൊരു സാധനം, നമ്മുടെ എന്ത് ഫസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യലാണല്ലോ. ഇപ്പം എൻ്റെ ഫസ്റ്റ് ഡയറക്ടോറിയൽ ഡെബ്യൂ എന്ന് പറയുന്നത് ഇതാവണം നമ്മൾ തീരുമാനിക്കുമ്പോൾ അത്രയും രസമുള്ളൊരു സാധനം അതിൽ ക്ലിക്കായിട്ടാവുമല്ലോ. എന്തായിരുന്നു ആ ക്ലിക്കിംഗ് ഫാക്ടർ? എന്തായിരുന്നു? നമുക്ക് ഭയങ്കര പേഴ്സണൽ ആവുന്ന കാര്യമായിരിക്കും നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുക എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഭയങ്കര പേഴ്സണലായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്നാണ് വന്നിട്ടുള്ളത്. നമ്മൾ ചുറ്റും സംഭവിച്ച കുറേ സാധനങ്ങളുണ്ട് ഇതിൽ. അതൊക്കെയാണ് ഇതിനെ ഫസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. ഞാൻ ആദ്യം ഇതായിരുന്നില്ല അനൗൺസ് ചെയ്തത്, വേറൊരു സിനിമയായിരുന്നു. അത് എൻ്റെ നാട്ടിലുള്ളൊരു കഥയാണ്. ഇത് ഞങ്ങൾ ഒരു 10 വർഷമായിട്ട് ഞങ്ങൾ കൊണ്ടു നടക്കുന്ന സിനിമയാണ്. ഞാൻ രവിയും ഒന്നിച്ച് പഠിച്ചതാണ്. അപ്പോൾ ഒന്നിച്ച് പഠിച്ച് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് സിനിമ എന്ന് പറഞ്ഞിട്ട് ഒരുമിച്ച് കൊച്ചിയിലേക്ക് വന്നതാണ്. അപ്പോൾ ആ പ്രോസസ്സിൽ ഞങ്ങൾ 2ാമതോ 3ാമതോ മറ്റോ ഞങ്ങൾ സംസാരിച്ച് തുടങ്ങിയ കഥയാണ് ഇത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യണമെന്ന് വെച്ച സിനിമയല്ലാതെ എനിക്ക് ഒരു കുഞ്ഞു സിനിമ ചെയ്താലോ എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും ആദ്യം ഇത് തന്നെയായിരിക്കും ഞങ്ങൾ ആദ്യം ചിന്തിക്കുന്നത്. അത്രത്തോളം ഞങ്ങൾക്ക് ഭയങ്കര പേഴ്സണലായിരുന്നു സിനിമ. അപ്പോൾ ഈ 10 വർഷം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ, അതായത് നമ്മൾ പറയില്ലോ 10 വർഷം മുന്നേ ചിന്തിച്ച സാധനങ്ങൾ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തണ്ടേ? അങ്ങനെ ഉണ്ടാവുമല്ലോ. എല്ലാ സ്റ്റോറീസും 10 വർഷം മുന്നുള്ള വർക്ക് ആവില്ല, കുറേ സാധനങ്ങൾ മാറ്റണം. അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടായിട്ടോ? ഇത് നമ്മൾ എഴുതി വെക്കുന്നൊന്നുമില്ല. ഇത് നമ്മളുടെ ഒരു തോട്ടായിട്ട് നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്ന, ഇപ്പോൾ ഞങ്ങൾ എന്താണോ ഞങ്ങൾ അനുഭവിച്ചിട്ടൊക്കെ ഞങ്ങൾ ഏത് വിധത്തിലാണോ ആയിരിക്കുന്നത്, അതാണ് ഞങ്ങളെ കൊണ്ട് ഒരു സ്ക്രിപ്റ്റ് എന്നുള്ള രീതിയിൽ ചിന്തിപ്പിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ പഠിച്ച എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ സ്ക്രിപ്റ്റിന് മാറ്റിയിട്ടുണ്ടാകും. ഇപ്പോൾ അത് ഞങ്ങളിപ്പോൾ പുതിയതാണെന്ന് വിചാരിക്കുന്ന ഒരു ഫോർമാറ്റിലാണ് ആ സിനിമകളിൽ. മനസ്സിലായി. ഓക്കെ. നിങ്ങൾ ഈ കഥ പറഞ്ഞ് നടന്ന സമയം എന്നുണ്ടല്ലോ, ഈ രാജശേഖരനെ ഏതോ ഇൻ്റർവ്യൂലൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാനും എൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തും കൂടെ നടക്കുമ്പോൾ ഞങ്ങളെ ഒരുപാട് പേര് കളിയാക്കേണ്ടത് ഈ ഭരതനും പപ്പനും പോണു എന്ന് പറഞ്ഞിട്ട്. ആ ഭരതനും പപ്പനും ആണോ നിങ്ങൾ? അല്ല, അത് ഞങ്ങൾ ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ വേറെ കഥ പറയാൻ പോയപ്പോൾ പറഞ്ഞതാണ്. പക്ഷേ
ഞങ്ങൾ ഒരുമിച്ച് കഥ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പിന്നെ മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്ന കഥ പറഞ്ഞൂടെ നിങ്ങൾക്ക് എന്ന് ഞങ്ങളോട് ചോദിക്കുകയാണ്. പരസ്പരം സംസാരിക്കാൻ പക്ഷെ ഞങ്ങൾ ഒരുപാട് മാറി. അതെന്താ അങ്ങനത്തെ സിനിമകളാണ് നിങ്ങൾ എഴുതിക്കൊണ്ടിരുന്നത്? അല്ല ആയിരിക്കാം. ആയിരിക്കാം, ആ സമയത്ത് തന്നെ ആയിരിക്കാം. പക്ഷെ നമ്മൾ ചിലപ്പോൾ സംസാരിക്കുമ്പോഴേ സംസാരിച്ച് പോകുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ആയി പോകുന്നതായിരിക്കും. അത് പിന്നെ പിൽക്കാലത്ത് ഞങ്ങൾ ഒരുപാട് മാറി. ഇപ്പോഴത്തേക്ക് സംസാരമില്ല. നിങ്ങള് ഞങ്ങളുടെ ലെവലിലേക്ക് വന്നു, അതാണ് എങ്ങനെയുണ്ട്? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ലോ ലെവലിൽ ഉദ്ദേശിച്ചത്. ഞാനത് ഉദ്ദേശിച്ചത് നിങ്ങൾ ഹൈ ലെവലിലാണ് ഞങ്ങൾ മഞ്ജു കൊണ്ടുപോയി കുടുക്കി കുടിക്കാതെ എന്ന് പറഞ്ഞറിയാം. അതെ. അപ്പോൾ അടുത്തത് ഈ ആക്ടേഴ്സ് എന്ന് പറയുമ്പോൾ മനുഷ്യന്മാരെ പോലെ തന്നെ മൃഗങ്ങൾക്കും ഇമ്പോർട്ടൻസ് ഉള്ള സിനിമയാണ് അല്ലെ? ഒരുപാട് മൃഗങ്ങളുണ്ട്. ഇതിലില്ലാത്ത എന്തെങ്കിലും മൃഗമുണ്ടോ? ഓ ഉണ്ട്, ഇഷ്ടം പോലെ. ഞങ്ങൾ വളർത്തു മൃഗങ്ങൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇതൊരു ചെന്നായിനെ പോലെയൊക്കെ തോന്നിയിരുന്നില്ല? അയ്യോ ചെന്നായി ആരെയാണ് അത്? ചെന്നായിയൊക്കെ ഇത് ചെന്നായിനെ പോലെ ഉണ്ട്. പട്ടിയാണോ അത്? അത് പട്ടി, അത് സൈബീരിയൻ ഹസ്കി. ഓ, അതിനൊരു ചെന്നായി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവനിപ്പോ പണി കൊടുക്കണം. മാറിപ്പോയത് അത് കുഴപ്പമൊന്നുമില്ല. ഈ മൃഗങ്ങളുടെ ട്രെയിനർ ആരായിരുന്നു? ഇതിനിപ്പോ അഭിനയിപ്പിച്ചെടുക്കണല്ലോ. നായയുടെ മെയിനായിട്ട് ട്രെയിൻ ചെയ്ത് ഉണ്ണി എന്ന് പറഞ്ഞിട്ടൊരു ട്രെയിനറാണ്. അവനെ ചെറുപ്പം മുതലേ എടുത്ത് വളർത്തിയിട്ട് ജനിച്ച മുതലേ അവൻ സിനിമയ്ക്ക് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു 4 മാസം അല്ലേ? 4 മാസം ആകുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയതാണ്. പിന്നെ അവന് ഒരു വയസ്സൊക്കെ ആവാറാകുമ്പോഴാണ് നമ്മൾ ഷൂട്ട് തുടങ്ങിയത്. ഇപ്പൊ അവന് 2 വയസ്സ് 2.5 വയസ്സായി. ഈ മൃഗങ്ങളെ നമ്മള് അതായത് ഷൂട്ട് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പുള്ള നമ്മുടെ അവസ്ഥയും ഇത് കഴിയുമ്പോഴും മാറുമല്ലോ. കാരണം ഇതിൽ താറാവുണ്ട്, ആടുണ്ട്, പശുവുണ്ട്, പട്ടിയുണ്ട്. നിങ്ങൾ മൃഗങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നെ. പിന്നെ പിന്നെ ചില സമയത്ത് മനുഷ്യന്മാരെ എല്ലാവർക്കും അതിനോട് മറ്റേ പേഴ്സണൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ സബിനൊക്കെ ഒരു ഷോട്ട് കഴിഞ്ഞിട്ട് വന്നിട്ട് രണ്ടാമത്തെ ടേക്ക് എടുക്കാന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴേക്കും മറ്റേ ആ പശുവൊക്കെ രണ്ടാമത്തെ ഷോട്ടിന് വേണ്ടി വന്നിരുന്നു. പൊസിഷനിലേക്ക് വന്ന് നിൽക്കും കൃത്യമായിട്ട്. പെരിയ ആള് മനുഷ്യന്മാരെ മാത്രമല്ല മൃഗങ്ങളെ വരെ അവിടെ എല്ലാവരും അങ്ങനെ സംസാരിക്കും. ക്യാമറ എടുത്ത് നിന്നിട്ട് കുറച്ച് അങ്ങോട്ട് നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് ക്യാമറ എടുത്ത് മാറി നിൽക്കുന്നത്. വാട്ട് ഈസ് യുവർ എക്സ്പീരിയൻസ്? അതായത് ഇനിയിപ്പോൾ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും എത്ര സിനിമകൾ ചെയ്താലും ഇതിൽ ഞാൻ മറക്കാത്തൊരു ഷോട്ട് എന്ന് വിചാരിച്ചു അതെന്തായിരിക്കും? സിനിമ മൊത്തം അങ്ങനെ മറക്കാൻ പറ്റുന്ന ഒന്നുമില്ല. അങ്ങനെ പതിഞ്ഞു പോയി. പാവുണ്ട് അതിന്റെ അവസ്ഥ കണ്ടിട്ട് മനസ്സിലാവേണ്ടിയിരിക്കും. നിങ്ങൾ നല്ലോണം പണിയെടുപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങളൊക്കെ മറ്റേ എന്താ സിനിമ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ മുതൽ കണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഞങ്ങൾക്കൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്യണം എന്നൊക്കെ ഉള്ളത് പണ്ട് മുതലേ ഞങ്ങൾ ആഗ്രഹിച്ചത്. അങ്ങനെ വന്നതാണ്. അപ്പോൾ ഈ സിനിമ ഇപ്പം എൻ്റെ സിനിമ എന്ന് പറയുന്നത് പോലെ തന്നെ ഇവരുടെ എല്ലാവരുടെയും സ്വപ്നത്തിലുള്ള ഒരു കാര്യം തന്നെ ആയിരിക്കും അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്നിച്ച് വർക്ക് ചെയ്യണമെന്ന് തീരുമാനിച്ചതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങനെ വർക്ക് ചെയ്തിട്ടില്ല സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇതങ്ങനെ മറക്കാൻ പോകുന്നില്ല എന്തായാലും. ഇനി എന്തായിരിക്കും ഈ അതായത് രാജേഷ് മാധവൻ എന്ന് പറയുന്ന ആളോട് പെണ്ണും പൊറാട്ടിനെ കുറിച്ച് ഒരു ഔട്ട്ലൈൻ ചോദിച്ചാൽ എന്താ ഞങ്ങൾക്ക് പറഞ്ഞുതരാ? പട്ടട എന്ന് പറയുന്ന ഒരു സാങ്കല്പിക ഗ്രാമത്തിൽ ഒരു ദിവസം നടക്കുന്ന കഥയാണ് പെണ്ണും പൊറാട്ടും. ഒറ്റ ദിവസത്തെ കഥയാണ്. അതിൽ സുട്ടു എന്നൊരു നായയുടെ സർവൈവലിൻ്റെ ഒരു കഥയും പിന്നെ ആ നാട്ടുകാരുടെ ബഹളങ്ങളുമാണ് ഇതിൽ കാണിക്കാൻ പോകുന്നത്. പിന്നെ അതിൻ്റെ രസകരമായിട്ടുള്ള കുറേ സംഭവ വികാസങ്ങളിലൂടെ ഒരു ദിവസം നടക്കാൻ പറ്റുന്ന എല്ലാ രസകരമായിട്ടുള്ള സംഭവ വികാസങ്ങളിലൂടെയും സിനിമ പോകുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് കാര്യങ്ങളും പറയുന്നുണ്ട് അതിൻ്റെ കൂടെ. അത്രേ. ഒരു IFFK എന്ന് ഇറങ്ങിയ ആൾക്കാർ പറയും ഇതിൽ പറയുന്ന പൊളിറ്റിക്സ് അതല്ല, പൊളിറ്റിക്സിൽ ഉദ്ദേശിച്ച കുറച്ച് കാര്യങ്ങൾ എന്താണോ പറയില്ല, ഒന്നും പറയില്ല. എന്റെ PR എനിക്ക് ട്രെയിലർ കാണിച്ചു തന്നോണ്ട് എനിക്ക് കുറച്ചെങ്കിലും മനസ്സിലായി. അല്ലാതെ ഞങ്ങൾ എന്ത് മനസ്സിലാക്കാനാ? എന്തെങ്കിലും എല്ലാവരും ഇറങ്ങിയിട്ട് നല്ല സൂപ്പർ പടം ഞാനിത് എങ്ങനെ കണ്ട് എന്താന്ന് പറഞ്ഞ് ചോദിക്കാറില്ല എന്ന് പറഞ്ഞാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ഇത്
ഇത് കണ്ടു കഴിഞ്ഞിട്ടേ IFFK എന്നാണെങ്കിലും IFFI എന്നാണെങ്കിലും ശരിക്കും പറഞ്ഞ ഒരു ഡെബ്യൂ ഡയറക്ടറിന് അങ്ങനെ റിവ്യൂസ് കേൾക്കുന്നത് തന്നെ വലിയ കാര്യമാണ് അല്ലെ. ആളുടെ ആദ്യത്തെ സിനിമയ്ക്ക് ഇത്രയും ആളുകൾ ഒരേപോലെ പോസിറ്റീവ് പറയുന്നത് ഇറ്റ്സ് എ ബിഗ് ഡീൽ. പക്ഷെ സ്റ്റിൽ കൂട്ടത്തിൽ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ട് തോന്നി അല്ലെങ്കിൽ ഭയങ്കര സന്തോഷം തോന്നിയ ഒരു റിവ്യൂ എന്തായിരുന്നു? ഒരുപാട് സന്തോഷമുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളിതിൽ മറ്റേ നമ്മൾ കാണും എന്നൊക്കെ വിചാരിക്കാത്ത കുറേ കാര്യങ്ങൾ ആൾക്കാർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ഈ ശങ്കരാമകൃഷ്ണനൊക്കെ കുറേ ഇതിൻ്റെ, അതായത് ഞങ്ങൾ സെക്കൻഡ് ലെയറിലും തേർഡ് ലെയറിലൊക്കെ ആയിരിക്കും രണ്ടാമത്തെ കാഴ്ചയിലൊക്കെ കണ്ടാലായി എന്നൊക്കെ വിചാരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ നോട്ട് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര നമ്മുടെ ഓർമ്മയിലുള്ള. പിന്നെ ജിതിൻ, ഞാൻ സിനിമ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ARM ഡയറക്ടർ സിനിമ കഴിഞ്ഞിട്ട് റെസ്പോൺസൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ഞാൻ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ ജിതിൻ വന്നിട്ട് പറഞ്ഞ്, എന്തിനാണ് ഞാൻ ടെൻഷൻ അടിക്കുന്നത്, എന്ത് സിനിമയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്, എന്നിട്ട് ഈ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ എന്നൊക്കെ വന്ന് പറഞ്ഞിട്ട് വാലിഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്നും അങ്ങനെ മറക്കില്ല. പിന്നെ ഞാൻ ആദ്യമായിട്ട് ഈ സിനിമ ₹1 ആയപ്പോൾ കാണിച്ചത് ടൊവിനോയ്ക്കാണ്. ഇപ്പോൾ ടൊവിനോ തന്നൊരു വാലിഡേഷൻ ഉണ്ട്, അതും നമ്മൾ മറക്കാൻ പറ്റില്ല. അതാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഞങ്ങൾ എല്ലാവരും പടം ചെയ്തിട്ട് ഒരു പകുതി മിക്സിംഗ് പോലും കഴിയാത്ത സമയത്താണ് രാജേഷ് ടൊവിനെ കാണിക്കുന്നത്. അപ്പോൾ ടൊവി അഭിപ്രായം പറയുക, അതിനെ പറ്റി പറയുകയും ചെയ്ത് ശരിക്കും നമുക്കത് ശരിക്കും പിന്നെ നല്ല വർക്കാണ് അങ്ങനെ. പിന്നെ അത് എക്സാക്റ്റ് വാക്കും പരിപാടികളൊന്നും പറയുന്നില്ല. നല്ല വർക്കാണ്, നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു ഇതിനെ. പിന്നെ നിങ്ങൾ കഴിയുന്ന രീതിയിൽ പുറത്തേക്ക് മറ്റേ എന്തായാലും കൊമേഴ്സ്യൽ സിനിമയാണ്, എന്നാലും കഴിയുന്ന രീതിയിൽ നിങ്ങൾ ഇത് പുറത്തേക്കും ഫെസ്റ്റിവൽസിനും അങ്ങനെയൊക്കെ അയക്കണം കേട്ടോ എന്ന് ടൊവിനോ പറഞ്ഞു. ഈ സുട്ടുവിന്റെ വോയിസ് ടൊവിയുടെ വോയിസ് ആവട്ടെ എന്ന് തീരുമാനിക്കാനുള്ള കാരണം എന്താ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടൊവിനോനെ. അപ്പോൾ ഞാൻ ഭയങ്കര ഫാനാണ് ടൊവിനോ ആസ് എ ഹ്യൂമനും എല്ലാ തരത്തിലും. അപ്പോൾ ഞാൻ മായാനദി കോട്ടാണ് പരിചയമുള്ളത്. അപ്പോൾ ടൊവിനോ നമ്മളെ മറ്റേ വെൽക്കം ചെയ്യുന്നൊരു രീതിയുണ്ട്. അത് അധികം സ്റ്റാറുകളിലൊന്നും കാണാത്ത പോലത്തെ ഒരു കാര്യം. അപ്പോൾ എനിക്ക് ആ ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ അങ്ങനെ ഒരു മനുഷ്യനെയാണ് എനിക്ക് മറ്റേ സുട്ടുവിൻ്റെ ശബ്ദമായിട്ടും വേണ്ടത്. ഒരു സ്നേഹം തോന്നണം നമുക്ക് ഈ ശബ്ദത്തിനോട്. നമുക്ക് ഇമോഷണലി കണക്റ്റ് ആവേണ്ട ഒരു ക്യാരക്ടറാണത്. അപ്പോൾ ഇത് എൻ്റെ മനസ്സിൽ ആദ്യമേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ഒരു സിനിമ ചെയ്യാൻ പോകുമ്പോഴും ടൊവിനോട് കഥ പറയണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സിനിമ തുടങ്ങുന്നത്. പക്ഷെ ആ സിനിമയല്ല, ഞങ്ങൾ ഈ സിനിമയാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സുട്ടുവിന് ശബ്ദം കൊടുക്കുന്നത് ടൊവിനോ ആണെന്നുള്ളത് ഞങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ടൊവിനോടും നേരിട്ട് പോയിട്ട് ആദ്യമേ പോയി പറയുമ്പോൾ ഒരു വോയിസ് ആർട്ടിസ്റ്റൊക്കെ ആയിട്ട് വരുന്നത് അത്ര പുള്ളിക്കത് ചെയ്യേണ്ട കാര്യമില്ല. പുള്ളി അങ്ങനെ നിൽക്കുന്ന ഒരു ആക്ടറാണ് ഇവിടെ. അപ്പം ഞങ്ങൾക്കിത് പുള്ളിയും കൂടി കൺവിൻസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു. പടത്തിൻ്റെ ഫസ്റ്റ് കട്ട് ആവുന്നവരെ വെയിറ്റ് ചെയ്തു. ഫസ്റ്റ് കട്ട് ആയി കഴിഞ്ഞിട്ട് വരുമ്പോൾ ഞങ്ങൾ നേരെ ടൊവിനോനെ വീട്ടിൽ കാണാൻ പോയി. എന്നിട്ട് ടൊവിനോ വീട്ടിലിരുന്നിട്ട് ഞങ്ങൾ മറ്റേ വീട്ടിലെന്തൊക്കെയോ കാണുന്നതിൻ്റെ ഇടയിൽ പടം വന്നിട്ട് കണ്ടു. അപ്പോൾ ഞാനിത് മൊത്തത്തിലൊരു ലൈനൊന്ന് കാണിച്ചു തന്നിട്ട് ഇതിൽ താല്പര്യമുണ്ട് വർക്ക് ചെയ്യാൻ എന്ന് ചോദിക്കാനാണ് ഞാൻ പോയത്. ടൊവിനോ അത് മൊത്തം ഇരുന്ന് കണ്ടു. അപ്പം ഒന്നും ആവാത്ത ഒരു റോ വേർഷൻ സിനിമ മൊത്തം അത് പിന്നെ ഞാൻ ഫാസ്റ്റൊക്കെ അഴിക്കുമ്പോൾ ടൊവിനോ അല്ല അത് കാണാം എന്ന് പറഞ്ഞിട്ട് അത് മൊത്തം ഇരുന്ന് കണ്ടു ടൊവിനോ അന്ന്. എന്നിട്ട് ടൊവിനോ ഇതിന് പിന്നെന്താ നമുക്ക് കൊടുക്കാമല്ലോ, സൗണ്ട് കൊടുക്കാമല്ലോ, അങ്ങനെ വന്നിട്ടാണ് ടൊവിനോ ഇതിലേക്ക് വരുന്നത്. അപ്പൊ ഇത് ഈ ഫസ്റ്റ് കട്ട് എന്ന് പറയുമ്പോൾ അപ്പൊ എന്താ ഈ സുട്ടുവിന്റെ ശബ്ദം ഇല്ലാണ്ടോ അതോ വേറെ ആരെങ്കിലും ഡബ് ചെയ്തിട്ടോ? നമ്മൾ സിംഗ് സൗണ്ടാണ്, മറ്റേ ആൾക്കാരുടെ ഇതൊക്കെ ഉണ്ട്. സുട്ടുവിന് ശബ്ദമില്ല, സുട്ടുവിന്റെ ഡയലോഗ്സ് ഇല്ല. സുട്ടു ഇങ്ങനെയൊക്കെ സംസാരിക്കും എന്നുള്ളത് ഞാനിങ്ങനെ ഇടയ്ക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെ മനസ്സിലായി. ഓക്കെ, ഇപ്പൊ ഈ ഡയറക്റ്റ് ചെയ്യാൻ വരുമ്പോൾ ഇത്രയും ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ദിലീഷ് പോത്തനുണ്ട്, നമ്മുടെ ബാലകൃഷ്ണ പൊതുവാളുണ്ട്, അതുപോലെ മധുസി നാരായണുണ്ട്, ആഷിഖ് അബു ഉണ്ട്. ഇത്രയും ആൾക്കാർ ഇപ്പൊ ഇവരിൽ നിന്നൊക്കെ എന്തെങ്കിലും ഒരു ടേക്ക് അവേ ഉണ്ടാവുമല്ലോ. കാരണം നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്, അവരുടെ പോസിറ്റീവ്സ് എടുക്കും. നമ്മൾ ഫസ്റ്റ് ഡയറക്റ്റ് ചെയ്യുമ്പോൾ എത്രയൊക്കെ ഇങ്ങനെയൊക്കെ വരില്ല എന്ന് പറഞ്ഞാലും നമ്മൾ കണ്ടുപഠിച്ചത് വരുമല്ലോ. ഇതിൽ ഏറ്റവും കൂടുതൽ സാമ്യം തോന്നിയത് ആരോടായിരുന്നു? രാജേഷ് മാധവൻ എന്ന് പറയുന്ന ഡയറക്ടർക്ക്. എല്ലാവരും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇപ്പം ഞങ്ങളെല്ലാവരും മഹാരഥന്മാരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. എല്ലാവരും ഭയങ്കര ഇല്ല. അപ്പോൾ എല്ലാവരും ഭയങ്കര ഗ്രേറ്റ് ഫിലിം മേക്കേഴ്സാണ്. എല്ലാവരും ഭയങ്കര യുണീക്കുമാണ്. അപ്പോൾ അവിടുന്നൊക്കെ കിട്ടാവുന്നതും എടുക്കാവുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ആ സ്വാധീനങ്ങൾ, ഞങ്ങളുടെ എല്ലാവരുടെയും വർക്കുകളിൽ ആ സ്വാധീനങ്ങൾ ഉണ്ടാവാം. പക്ഷേ പിന്നെ ഇത് സിനിമ എന്ന് പറയുന്നത് ഇതിനൊരു ഇൻഡിപെൻഡൻറ്റ് സ്വഭാവം ഉണ്ടാകും. അത്
വേറെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സാമ്യങ്ങൾ നിങ്ങൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇത് അതിൽ ഞാൻ ആ ഫിലിം മേക്കിങ്ങിൽ അവരുടെ പ്രോസസ്സിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ ഞങ്ങൾ മറ്റേ എടുത്തിട്ടുണ്ട്. ഇപ്പം അതാ ഞാൻ ചോദിച്ചേ, അതായത് നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ ഇപ്പൊ നമ്മൾ ചിലപ്പോൾ വീട്ടിലൊരു കാര്യം ചെയ്യുമ്പോൾ പറയില്ല കറക്റ്റ് നിന്റെ അമ്മ ചെയ്യണ പോലെ ഇങ്ങനെ തന്നെയാണ് എന്നൊക്കെ പറയുമല്ലോ, ആ സാധനം ഉണ്ടാവുമല്ലോ. നമ്മൾ കൂടെ നിന്ന് നമുക്കും ആ ശീലങ്ങൾ വന്നിട്ടുണ്ടാവും ഈ പ്രോസസ്സിൽ. അതാ ഞാൻ ചോദിച്ചേ ഫിലിം മേക്കിങ്ങില്. അങ്ങനെ ഇപ്പൊ എനിക്ക് തന്നെ എന്നെ നോക്കുമ്പോൾ അങ്ങനെ അറിയില്ലല്ലോ. ഞാൻ എടുത്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പൊ കാസ്റ്റിങ്ങിന്റെ ഒക്കെ കാര്യത്തിലാണെന്ന് ഞാൻ ദിലീഷ് പോത്തനെ മാതൃകയാക്കും. പിന്നെ സീൻ ചെയ്യുന്ന കൊർക്കിനെസിന്റെ സാധനത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജഗദീഷ് ചേട്ടൻ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ എന്താ അതെ പിന്നെ ആഷിക്കയുടെ ഒരു പീസ് ഓഫ് ഇതുണ്ട്, ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ ഭയങ്കര പീസ്ഫുള്ളി ഹാൻഡിൽ ചെയ്യും. അപ്പോൾ അതൊക്കെ നമ്മൾ സ്വാധീനിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആവണമെന്നും ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കും, നടക്കില്ല. അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉള്ളതിന് കുഴപ്പമില്ല. ഇവരിന്ന് കിട്ടിയ ഏറ്റവും നല്ല കാര്യമായിട്ട് എനിക്ക് നോക്കിയപ്പോൾ ഉള്ളത് ആർട്ടിസ്റ്റുകളെ പുതിയ ആൾക്കാരല്ലേ, അവരെ ക്ഷമ എന്ന് പറഞ്ഞ സാധനത്തിനൊക്കെ ഉപരിയായിട്ട് അവരവരുടെ സോണിലേക്ക് എത്തിക്കാനും അവരവരുടെ ക്യാരക്ടർ നമുക്ക് ഒറ്റ വാക്ക് പറഞ്ഞിട്ട് ചിലപ്പോൾ അവർക്ക് ക്യാരക്ടർ മനസ്സിലാക്കണമെന്നില്ല അഭിനയിക്കാൻ പറ്റുന്നത്. അവരെ അതിലൂടെ കടന്നു പോയിട്ട് ക്യാരക്ടറായിട്ട് മാറാനുള്ള സ്പേസും ടൈമും രാജേഷ് ഇനഫ് ക്യാമറയുടെ മുമ്പിൽ കൊടുക്കുകയും അവരതിലേക്ക് എത്തിക്കുകയും ചെയ്യാൻ സാധിച്ചു. അതാണ് എനിക്ക് തോന്നുന്നു രാജേഷ് ഈ പറഞ്ഞ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്ത് രാജേഷിന് കിട്ടിയിട്ടുള്ള ഏറ്റവും ഒരു പോയിന്റ് എന്ന് പറയുന്നത് നല്ലൊരു കാര്യമായിട്ടുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. അതെങ്ങനെയാ ചെയ്തത്? അതായത് ഇപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട് തൊണ്ടി മുതലിന്റെ സമയത്തൊക്കെ ചേട്ടനാണ് കൂടുതൽ അവിടെയുള്ള ആക്ടേഴ്സിനോട് സംസാരിച്ചിരുന്നതും ഇതുമൊക്കെ. അതുപോലെ നമ്മുടെ മറ്റേ എന്തിലാണ് ഇന്നാത്താൻ കേസോടിലാന്ന് തോന്നുന്നില്ല, ഇന്നാത്താൻ കേസോടിൽ അവിടെയുള്ള ആൾക്കാരോട്, കാരണം ആ കമ്മ്യൂണിക്കേഷൻ വേണമല്ലോ, ആ ലാംഗ്വേജിൽ നമ്മൾ സംസാരിക്കുക എന്നുള്ളത് അവരെ ഈസി ആക്കാൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ആ ഡെമോ ഫുള്ള് സിനിമയിൽ ചെയ്തിട്ടുണ്ട് ചാക്കോച്ചന് പകരമായിട്ട് അല്ലേ. അപ്പോൾ അതുപോലെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവർ പാലക്കാടുകാരാണ്, കൊല്ലംകോടുകാരാണ്. അവരോട് ഈ പറഞ്ഞ പോലെ ആ ഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ള പരിപാടി ഉണ്ടല്ലോ. ഈ പരിപാടി എന്താ ചെയ്ത് ആരെ ഏൽപ്പിച്ച്? ഇല്ല, ഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല. നമുക്ക് ഈ കണ്ടന്റ് അവരുടെ ഒരാളായിട്ട് നിൽക്കുക, പിന്നെ ഈ കണ്ടന്റ് അവരോട് പറഞ്ഞു കൊടുക്കുക, പിന്നെ അവരെന്താണ് പറയുന്നതെന്നനുസരിച്ച് നമ്മൾ ഡയലോഗ് ഒന്ന് റീറൈറ്റ് ചെയ്യുക, ഞങ്ങളൊന്നിച്ചിരിക്കുക എന്നൊക്കെയുള്ള പരിപാടിയാണ്. അപ്പോൾ പിന്നെ ഇതിൻ്റെ ടോട്ടൽ പ്രോസസ്സ് ഞങ്ങളിങ്ങനെ ആലോചിക്കും, ഞങ്ങൾ ഇതിങ്ങനെയാണ് ഷൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇപ്പം ഞങ്ങൾ 3 പേരും തന്നെയായിരുന്നു അതിൻ്റെ ടോട്ടൽ എന്താ പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത് അത് ഡിസ്കസ് ചെയ്യുന്ന ആൾക്കാർ. അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഞങ്ങൾക്ക് 3 പേർക്കും അവരോട് ഒരു ഡയലോഗ് കൊടുത്ത് ബുദ്ധിമുട്ടിക്കരുത്, അവരോട് ഇന്ന സ്ഥലത്ത് നിന്നിട്ട് ബുദ്ധിമുട്ടിക്കരുത്, നിൽക്കാൻ പറഞ്ഞിട്ട് ബുദ്ധിമുട്ടിക്കരുത്. നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിയാലും വേണ്ടില്ല, ആക്ടേഴ്സ് ബുദ്ധിമുട്ടരുത്. അതാണ് സിനിമാറ്റോഗ്രാഫർ പാവം ഓടിയ അവസ്ഥ. അല്ല, അങ്ങനെ എനിക്ക് ചെയ്യാൻ എനിക്ക് അങ്ങനെ വേറൊരു സിനിമാറ്റോഗ്രാഫറോട് എനിക്ക് പറയാൻ പറ്റില്ല. അതപ്പോൾ അത് പറയാൻ എനിക്ക് സബിനോടാണ് പറയാൻ പറ്റുക. അത് ആ സ്വാതന്ത്ര്യം എനിക്കുള്ളത് സബിൻ്റെ അടുത്താണ്. ഇത് ഈ പറഞ്ഞത് കേട്ടത് വെച്ചിട്ട് നിങ്ങൾക്ക് നല്ല പണി ഉണ്ടായിരുന്നു കുറച്ചു കാലം എന്ന് എനിക്ക് മനസ്സിലായി. ഈ സബിന് പക്ഷെ കൂട്ടത്തിൽ ഏറ്റവും പാടുപെട്ടുപോയ ഒരു ഓട്ടം അല്ലെങ്കിൽ ഒരു ഷൂട്ട് ചെയ്തായിരുന്നു ഒരു ദിവസം. എനിക്കൊന്നും മറ്റേ വീടിൻ്റെ അകത്തെ വീടിൻ്റെ അകത്ത് കുറച്ച് സംഭവം ഉണ്ട്, ഒരു ചെറിയ ഇടനാഴി പോലത്തെ സ്ഥലത്തുള്ള, അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. സബിൻ ഈ പിന്നെ ഞങ്ങൾ ഭയങ്കര ചൂടുള്ള, അതായത് പാലക്കാട് അതുവരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ ചൂടുള്ള സമയത്താണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. ഏപ്രിൽ മെയ്. അതും പാലക്കാടിന്റെ ഏറ്റവും കൂടുതൽ ചൂടാ. അവരെന്നെ പറയും, പാലക്കാടുകാരൻ. അവർക്ക് അവിടെ നിൽക്കുന്നതിന് അത്ര മറ്റേ അവരാ നാട്ടുകാരായതുകൊണ്ട് അവർക്ക് മാത്രം അത് എങ്ങനെയൊക്കെ ഡീൽ ചെയ്യണം, അവരുടെ സ്കിന്നൊക്കെ അതിന് ഓക്കെയാണ്. ഞങ്ങള് മറ്റേ എന്താ ഞങ്ങളൊരു കൂളറൊക്കെ ഉണ്ട് ഞങ്ങളുടെ മോണിറ്ററിൻ്റെ അടുത്ത്. ഞാൻ എന്നാൽ പോയി അങ്ങനെ വന്നിട്ടൊക്കെ ഇരുന്നിട്ട് കൂളറിന് കുറച്ച് തണുപ്പൊക്കെ അടിച്ച് നിൽക്കും. സബിൻ മൊത്തം മറ്റേ പടച്ചട്ടയൊക്കെ ഇട്ടിട്ട് മറ്റേ ബോഡി റിഗൊക്കെ ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ക്യാമറയും തൂക്കി പിടിച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് കയറിയിട്ട് തിരിച്ചു ഇറങ്ങി വരുന്നത് മറ്റേ ഇതൊക്കെ അഴിച്ചിട്ട് മറ്റേ കുളിച്ച് ഇറങ്ങി വരുന്ന മറ്റേ വെള്ളത്തിൽ മുക്കി എടുത്തിട്ടുള്ള പോലെ ആണ് സബിനൊക്കെ ഒരു ഷോട്ട് കഴിഞ്ഞിട്ട് പുറത്തേക്ക് എത്തുക. തന്നോടൊക്കെ ഞാൻ എന്ത് തെറ്റിയതോ പരിചയപ്പെട്ടു ഞങ്ങൾ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനില് ഒരുമിച്ച് പിന്നെ വർക്ക് ചെയ്തിട്ട് കണ്ട് അന്ന് മുതലുള്ള പരിചയമാണ് സബിനെ. അങ്ങനെ ഒരു തീരുമാനിച്ചത് സിനിമ ചെയ്യുമ്പോൾ ഒരുമിച്ച് ചെയ്യുള്ളൂ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ നിങ്ങൾ തമ്മില്? ഈ രാജേഷ് മാധവൻ എന്ന് പറയുന്നത്, അതായത് ഫ്രണ്ടായിട്ട് യു നോ ഹിം ഫോർ ഇയേഴ്സ്, പക്ഷെ രാജേഷ് മാധവൻ എന്ന് പറയുന്ന ഡയറക്ടറിനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ? ഭയങ്കരം ഭീമാകാരം. ആക്ടേഴ്സിനെ ഡീൽ ചെയ്യുന്നത്
അതൊരു ഭയങ്കര വലിയ ക്രാഫ്റ്റ്. അത് വെച്ചാൽ ഒരാളെ ആക്ടർ ആക്കി എടുക്കുക എന്ന് പറയുന്നത് ഒരു പരിപാടിയാണല്ലോ. അപ്പോൾ അത് കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഇന്നായി നിന്ന് അത് ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നടക്കില്ലല്ലോ. അപ്പോൾ അവരുടെ രീതിയിൽ തന്നെ അതിനെ ശരിയാക്കി എടുക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അത് ഭയങ്കര മാജിക്കാണ്. ഈ രാജേഷേട്ടൻ ഇപ്പൊ ഇതിൻ്റെ അകത്തുള്ള ഇപ്പൊ രാജേഷേട്ടൻ തന്നെ പറഞ്ഞില്ലേ 90% ആൾക്കാരും അഭിനയം എന്ന് പറയുന്ന സാധനം ഇല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന്മാരാ. പക്ഷെ ചില ആൾക്കാരുണ്ടാവില്ലോ, അതായത് ക്യാമറയ്ക്ക് മുന്നിൽ നിന്നപ്പോൾ രാജേഷേട്ടൻ അതായത് പൂവാണ് പ്രതീക്ഷിച്ചെങ്കിൽ പൂക്കാലം തന്നു എന്നൊക്കെ പറയണ അങ്ങനത്തെ പെർഫോമൻസ്. അങ്ങനെ ആരെങ്കിലും ഒരാളെ ചോദിച്ചാൽ ആരെയാ പറയാ? ബുദ്ധിമുട്ടായിരിക്കും. ബട്ട് സ്റ്റിൽ അങ്ങനെ ഒരു സീനോ ഒരു ഷോ അങ്ങനെ പറയരുത്, എന്നാലും ഞങ്ങൾ പറയാം. എന്നാലും ഞാൻ പറയും. നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇത്രയും പ്രാവശ്യം ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴും മൈന്യൂട്ട് പരിപാടികളൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വർഷയുടെയാണ്. വർഷ തിയേറ്റർ ആർട്ടിസ്റ്റാണ്. അപ്പോൾ നമ്മൾ സിനിമയിലൂടെയാണ് വരുന്നത്, ആ സിനിമയിലേക്ക് വരുന്നത്. അത് അവൾ ഗംഭീര ആർട്ടിസ്റ്റായിട്ട് ഇവിടെ ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, ഇനി വർഷനെ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ട് പറയാം. കാസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുപാട് പേരുണ്ട് കേട്ടോ, ഞങ്ങൾക്ക് ഒരുപാട് പേരുണ്ട്. ഞാൻ ഒരു പേര് ചോദിച്ചു കഴിഞ്ഞപ്പോൾ വർഷം പറഞ്ഞു തന്നെ ഒരുപാട് പേര്. ഈ ചേച്ചിമാരൊക്കെ പല ജോലികൾ ബേക്കറിയിൽ നിൽക്കുന്നതും പിന്നെ അലക്ക് അങ്ങനെ പല ജോലികൾ പിന്നെ ഉള്ള ആൾക്കാരാണ്, കാറ്ററിങ് അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ ചേച്ചിമാരൊക്കെ ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ആദ്യത്തെ ഷോട്ടിൽ നിന്നിട്ട് ഇവരിങ്ങനെ ഒരു ആക്ടറാണോ എന്ന് നമ്മൾ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ചില ആൾക്കാരെ നമ്മളിങ്ങനെ വർക്ക് ചെയ്ത് അവസാനം ഒരു സമയത്തായിരിക്കും ഇവോൾവ് ചെയ്ത് വന്നിട്ട് ലാസ്റ്റ് ഭയങ്കര കിടിലം പെർഫോമൻസ് തരുമായിരിക്കും. അങ്ങനെ പലതരം മീറ്ററിൽ പലരും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ ആൾക്കാരൊക്കെ ഉണ്ട് നമുക്ക് അങ്ങനെ പറയാൻ. ഇതുണ്ടല്ലോ, അതായത് ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞല്ലോ, ഇൻട്രോയിൽ പറഞ്ഞ പോലെ കാസർഗോട്ട് വരുന്ന ആൾക്കാർ, അതായത് ഡ്രാമയിലുള്ള തിയേറ്ററിലുള്ള ആൾക്കാരും നോർമലായിട്ടുള്ള ആൾക്കാരെയൊക്കെ സിനിമയിലേക്ക് കൊണ്ടുവരുന്നുണ്ടല്ലോ. നാട്ടിൽ പോകുമ്പോൾ ആൾക്കാർ ചോദിക്കുമോ അതെന്താടാ നീ നമ്മളെയൊന്നും സിനിമയിലേക്ക് വിളിക്കാത്തതെന്ന്? അങ്ങനെ ഒരു ചോദ്യം കേൾക്കലുണ്ടോ? ഞാൻ കാസ്റ്റിംഗ്, ഞാൻ നാട്ടിലെ ഒരു സിനിമയിൽ ഞാനാണ് കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കൂട്ടത്തിലുള്ള എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും ഓ രാജേഷാണ് എന്നാൽ പോണ്ട. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഞാൻ എൻ്റെ പേഴ്സണൽ ബന്ധം വെച്ചിട്ട് ഒരാളെയും ഇതുവരെ സിനിമയിലേക്ക് എടുത്തിട്ടില്ല. ഒരാളെയും എടുത്തിട്ടില്ല. എനിക്കിപ്പോൾ രാജേഷ് ചേട്ടൻ ഇപ്പോൾ ഇത്രയും പ്രാവശ്യം പ്രൊമോഷൻ അല്ലാണ്ട് സംസാരിച്ചിട്ടൊക്കെ മനസ്സിലായത് രാജേഷൻ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അതായത് പെട്ടെന്ന് ചിരിക്കുന്ന അങ്ങനത്തെ ഒരാളാണ്. ഇങ്ങനെയുള്ള ഒരാൾ ഈ കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന് പറയുന്ന പണി എത്ര എളുപ്പമല്ലല്ലോ. അതായത് നമ്മൾ വന്ന ഒരാളോട് ചിലപ്പോൾ വളരെ പ്രതീക്ഷയിൽ വന്ന് പെർഫോം ചെയ്ത ഒരാളോട് വേണ്ട കേട്ടോ നമ്മൾ നോക്കാം എന്ന് പറഞ്ഞ് നോ പറഞ്ഞ് വിടണം. നമ്മുടെ കൂട്ടത്തിൽ 10 പേര് വന്നാൽ അതിൽ നിന്ന് ഒരാളെ ചിലപ്പോൾ സെലക്ട് ചെയ്യുള്ളൂ, അവിടെ 9 പേരോട് നോ പറയണം. എങ്ങനെ ചെയ്യത്? ആദ്യം എനിക്ക് അങ്ങനെ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്നൊന്നും ഇഷ്ടമല്ല. പീപ്പിൾ പ്ലീസറായിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. പക്ഷെ നമ്മൾ ഈ പണിയെടുത്ത് തുടങ്ങിയപ്പോൾ കഴിഞ്ഞാൽ ഇതാണേ ചോറ്, വേറെ പണിയൊന്നും അറിയില്ല എന്നുള്ളതുകൊണ്ട് ഇതിൽ കുറച്ച് സത്യസന്ധത കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതായിരുന്നു ആദ്യത്തെ പഠിത്തം. നോ എങ്ങനെ പറയും എന്നുള്ളതായിരുന്നു സിനിമയിൽ വന്നിട്ടുള്ള ആദ്യത്തെ ഞാൻ പഠിച്ചു എന്ന് വിചാരിക്കുന്ന ഒരു കാര്യം. അപ്പം നമ്മൾ ആക്ടേഴ്സിന് ഓഡിഷൻ ചെയ്യുമ്പോൾ നമ്മളുടെ ഓഡിഷൻ ഭയങ്കര ബുദ്ധിമുട്ടില്ലാത്തൊരു ഓഡിഷനായിരിക്കും. നമ്മൾ കംഫർട്ടബിൾ ആക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ അവർക്ക് സിനിമയിലേക്ക് എടുക്കും എന്നുള്ളൊരു ഉറപ്പും നമ്മൾ സിനിമ ഷൂട്ട് തുടങ്ങുന്നത് വരെ ഒരാൾക്കും കൊടുക്കില്ല. അത് നോ പറയാനുള്ള ഒരു സ്പേസ് എപ്പോഴും ഉണ്ടാക്കിയിട്ട് തന്നെ പോകും. അതാണ് പ്രൊഫഷണലി നല്ലതെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ കുറേ അധികം ഓഡിഷൻ ചെയ്തിട്ടുണ്ട് പല സിനിമകൾക്ക് വേണ്ടിയിട്ട്. ഇപ്പോഴാണ് കാസ്റ്റിങ്ങിൽ നിന്ന് മാറിയത്. അപ്പോൾ ഇത്രയും അധികം ആൾക്കാരോട് പല ആൾക്കാരോട് നോ പറഞ്ഞിട്ട് നോ പറഞ്ഞ് മടുത്തിട്ടാണ് കാസ്റ്റിംഗ് നിർത്തിയത്. അതിനൊരു വിഷമിക്കേണ്ട ഒരു സാധനമുണ്ട്. ഇനിയിപ്പോൾ ഇവരുടെയൊക്കെ പടം നിൽക്കുവാണെങ്കിൽ ചെയ്യും, അല്ലെങ്കിൽ ചെയ്യില്ല. നിങ്ങൾക്കിട്ടൊക്കെ പണി തരാൻ ആൾ റെഡിയാണ്. ഞാൻ അതിനു വേണ്ടിയിട്ടാക്കുന്നില്ല. എൻ്റെ ജീവിതം നമ്മൾ എഴുതുന്ന ആൾക്കാരാകുമ്പോൾ ചില ആൾക്കാർ എഴുതുന്നത് ഇവരെങ്ങനെയാണ് എഴുതി വെച്ചതെന്ന് ചില ആൾക്കാരുടെ കഥകൾ കാണുമ്പോൾ അല്ലെങ്കിൽ ചില സിനിമ കാണുമ്പോഴൊക്കെ തോന്നുമല്ലോ. അങ്ങനെ തോന്നിയിട്ടുള്ളൊരു റീസെൻ്റ് ആയിട്ട് അങ്ങനെ തോന്നിയിട്ടില്ല, ഇത് ഇങ്ങനെ ആലോചിച്ച് എഴുതിയെടുത്തെന്ന് തോന്നിയിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഒരു സിനിമ ഏതായിരുന്നു?
നിങ്ങൾ ഇങ്ങനെയാണോ ഒരാളോട് ചോദിക്കുമ്പോൾ അടുത്തിരുന്ന് കൂട്ടാൻ അല്ല ഞങ്ങൾ എന്താ പ്രശ്നം ഞങ്ങളെ കാണുന്ന സിനിമകൾ കോമൺ ആയിട്ടുള്ള സിനിമയായിട്ട് വരുന്നത് കുറെ കാലമായിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും അങ്ങനത്തെ അഭിപ്രായങ്ങൾ അല്ല. വൺ ബാറ്റ് ലാഫ്റ്റർ ആണെന്ന് പറഞ്ഞ പുതിയ സിനിമ ഉണ്ടായിരുന്നു, അത് P.T. ആൻഡേഴ്സന്റെ. അത് അങ്ങനെ തോന്നിയിട്ടുള്ളൊരു സിനിമയാണ് ഇപ്പൊ റീസെന്റ് ആയിട്ട് കണ്ടത്. എനിക്ക് പിന്നെ ഈ പൊന്മാന്റെ ഡയലോഗ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് ഭയങ്കര ഭയങ്കര കിടലാണ്. അത് വേറൊരു മീറ്ററിലുള്ള ഒരു പരിപാടിയാണ്. ഭയങ്കര ഇഷ്ടം. അത് ആർട്ടിസ്റ്റ് പറഞ്ഞിരിക്കുന്നു. അതെ, അതിന്റെ ഡയലോഗ് എല്ലാ ആർട്ടിസ്റ്റുകളും ഡെലിവറി ചെയ്തിരിക്കുന്നതും അത് ഡെലിവറിയും രസമായിരുന്നു. അത് നല്ല രീതിയിൽ അത് പുറത്തേക്ക് വന്നേക്കുന്നത്. ശരിയാണ്, നല്ല രസമുള്ള സിനിമയായിരുന്നു. ഈ നമ്മള് സിനിമ ചെയ്ത ഈ നമ്മുടെ ഇന്നാത്താം കേസോട് ഉണ്ടല്ലോ, അതിന്റെ ചാക്കോച്ചന്റെ എല്ലാം ഡെമോം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫുൾ സിനിമ ചെയ്തിട്ടുണ്ട് എന്നല്ലേ? ആ ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഷൂട്ട് ചെയ്തത് സബിനാണ്. അത് നിങ്ങളെന്താ ഔട്ടാക്കാത്ത? ഒരു ഭരതനാട്യം ഡാൻസർ അദ്ദേഹത്തിന്റെ ഡാൻസ് വൈറലാക്കണ്ടേ? ചാക്കോച്ചന്റെ ഡാൻസ് വൈറലായ പോലെ. എന്ത് രാജേഷിയുടെ നാണോ ഇവിടെ ആ ചീവിയുടെ ശബ്ദം ഇടുവോ? അതെ, സബിൻ അത് കണ്ടിട്ടില്ലേ? എങ്ങനെയുണ്ടായിരുന്നു? അതാ ഞാൻ പറഞ്ഞത്, അത് കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? അത് നമ്മളിപ്പോൾ കാണുന്ന സിനിമ പോലെ അല്ല, അതൊരു ഒരു കാർട്ടൂണൊക്കെ കാണുന്ന പോലെ ഒരു പരിപാടിയായിട്ടാണ് കുറച്ചുകൂടി ഇരിക്കുന്നത്. ഒരു കാരിക്കേച്ചർ. അല്ലല്ല അങ്ങനെയല്ല പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ വേറൊരു മീറ്ററിലാണ് സിനിമ ഷൂട്ട് ചെയ്തത്. മൊത്തം ഇപ്പോൾ കണ്ട സിനിമ അങ്ങനെയല്ല. അപ്പൊ അത് രാജേഷിന്റെ മീറ്റർ അതിൽ കുറെ ഉണ്ട്. അത് ആക്ച്വലി ഭയങ്കര പൊളി സിനിമയാണ് ആസ് ഇറ്റ് ഈസ്. നിങ്ങളെന്താ അത് പുറത്തിറക്കാത്ത? അത് പക്ഷെ അത് ആക്ച്വലി കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു അത് ആക്ച്വലി രസമായിരിക്കുമല്ലോ. കാരണം നമ്മളിപ്പോൾ ഏത് സിനിമ കാണുമ്പോഴും നമുക്ക് അതിനകത്തുള്ള ആ ആക്ടർ അല്ലാണ്ട് വേറൊരാളെ നമുക്ക് അതിൽ ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് നമ്മുടെ മിക്ക സിനിമകളിലും അവർ ചെയ്തു വെച്ചിട്ടുണ്ടാവുക. നമ്മൾ കാണുമ്പോൾ അത് ഫൈനലൈസ്ഡ് ആയിട്ടാണല്ലോ കാണുന്നത്. ഇതിൻ്റെ റഫ് വേർഷൻ റോ വേർഷൻ നിങ്ങളാണല്ലോ കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ രാജേഷേട്ടൻ അത് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ക്യൂരിയോസിറ്റി, മനസ്സിലായോ? അത് കാണാനായിട്ട്, സ്പെഷ്യലി ആ ഡാൻസ് അത് രാജേഷേട്ടൻ അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ രാജേഷേട്ടൻ്റെ മറ്റേ ഇളുബ്യൻ ഫേസ്, പുച്ഛം ഫേസ് ഒക്കെ നമുക്കറിയാം. ഈ ഡാൻസ് ചെയ്യുന്ന രാജേഷേട്ടൻ ഇത് എങ്ങനെയാണ് ചെയ്തിട്ടുണ്ടാവുക എന്ന് അറിയാനൊരാഗ്രഹം. അതാണ് ഞാൻ ചോദിച്ചത്. വീണ്ടും ആ ശബ്ദം നമ്മളതിലൊരു വർക്ക് ചെയ്യാൻ വേണ്ടി പോയതാണ്. അതല്ല അതിൻ്റെ ഔട്ട്. നമ്മൾ ആൾക്കാരെ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന ഔട്ട് അതല്ല. ഇതതിൻ്റെ പ്രീ പ്രൊഡക്ഷനിലുള്ള ഒരു വർക്ക് മാത്രമാണ്. എനിക്ക് മനസ്സിലായി. ഇതിപ്പോ എന്നാത്താം കേസോട് ചാക്കോച്ചൻ ചെയ്തു, പാട്ട് വൈറലായി, സിനിമയും വമ്പൻ ഹിറ്റായി. ഇതിപ്പോ നമ്മൾ റിപ്പീറ്റ് വാച്ച് ചെയ്തോണ്ടിരിക്കുന്ന സിനിമയാണല്ലോ. ഇനി ഇറക്കാലോ. വീട്ടില്ല ഞാൻ രതീഷേന്റെ എന്തെങ്കിലും ഒരു സിനിമയ്ക്ക് ഇന്റർവ്യൂ ചെയ്യാൻ കിട്ടിയാൽ ഞാൻ ആദ്യത്തെ ചോദ്യം പുള്ളിയോട് ഇതായിരിക്കും. ചോദിച്ച് എങ്ങനെയെങ്കിലും ബുദ്ധിമുട്ടിച്ച് അത് ഇറക്കിപ്പിക്കും. അതിനുള്ള ധൈര്യം ഇല്ല അതങ്ങനെ ആൾക്കാർ കാണേണ്ട ഒരു പരിപാടിയായിട്ട് തോന്നില്ല. അത് ഞങ്ങളുടെ അങ്ങനെ ഇറക്കാൻ പ്ലാൻ ചെയ്ത് അങ്ങനെ ചെയ്യുമായിരുന്നു. അത് മൊത്തം സിനിമയായിട്ട് തന്നെ ഉണ്ട്. അത് മറ്റേ ഇത്രയും മാത്രമല്ല, ഫുൾ എഡിറ്റ് ചെയ്ത് മ്യൂസിക് ചെയ്ത ഒരു സിനിമ തന്നെ ഉണ്ട്. അതപ്പോ ഇറക്കാനൊരു പ്ലാനും ഇല്ല. പിന്നെ ആൾക്കാരുടെ മനസ്സിൽ ഇത് വേസ്റ്റ് ആയി പോകുമ്പോ നിങ്ങൾക്ക് ഒരു സങ്കടം ഇല്ലേ? ഇല്ല, അത് വേസ്റ്റ് ആയില്ല. അതിന്റെ മെയിൻ വേർഷൻ ഞാൻ പറഞ്ഞത് അത് ഉണ്ടായിരുന്നോണ്ട് മാത്രമാണ് എന്നാത്ത കേസോട് ഇങ്ങനെ ഇരിക്കുന്നത്. അത് അതിന്റെ ബേസ്മെന്റ് ആയിരുന്നു അത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതില് പിന്നെ വിഷമങ്ങളൊന്നുമില്ല. രാജേഷേന്റെ ഫേസ് ഉണ്ടല്ലോ, മറ്റേ നമ്മുടെ ജനഗണമന ഫേസ്, ഇത് അത് ഞങ്ങള് മറ്റേ സ്റ്റിക്കറായിട്ട് പരസ്പരം അയക്കാറുണ്ട്. രാജേഷേനെ അയക്കാറുണ്ട്, അയക്കാറുണ്ട്. രാജേഷേന അതല്ലാണ്ട് വേറെ ഏതെങ്കിലും ഉണ്ടോ സ്റ്റിക്കർ? പിന്നെ അതെന്റെ ഇന്ന് രാവിലെ ഇവിടെ ഞാൻ അയച്ചോളൂ. ഒക്കെ അയക്കാറുണ്ടല്ലേ? ഞങ്ങളൊക്കെ ഇപ്പോഴാ സ്വന്തമായിട്ട് സ്റ്റിക്കർ പറയുമ്പോ ഇത് കണ്ടിട്ട്, അതായത് ട്രെയിലർ വരെ കണ്ടിട്ട് രസമുണ്ട് കാണാൻ. എനിക്ക് മറ്റേ അതായത് എന്താ പറയുക, നമ്മുടെ ഏത് സിനിമയാണെന്നറിയോ, ഈ എന്നാത്താം കേസോടിൻ്റെ ഒരു ലൈൻ, അതായത് അത്ര റോ സാധനങ്ങളുണ്ടല്ലോ, നമ്മൾ പ്രതീക്ഷിക്കാത്തടത്ത് സാധനങ്ങൾ, അതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തിയേറ്ററിൽ വമ്പൻ എക്സ്പെക്ടേഷൻ ഉണ്ട് ഉള്ളത് പറഞ്ഞാൽ പേടിക്കരുത് കേൾക്കുമ്പോൾ. ഓക്കെ, ഇനി തിയേറ്ററിൽ കാണാനിരിക്കുന്നവരോട് രാജേഷേട്ടന് പറയാനുള്ള എന്താണെന്ന് കൂടെ പറഞ്ഞാൽ നമുക്ക് ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് പിന്നെ എൻജോയ് ചെയ്യാനായിട്ടാണ് ആൾക്കാർ വരുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ചിരിച്ച്
എൻജോയ് ചെയ്തിട്ട് കാണാൻ പറ്റുന്നൊരു സിനിമയാണ്. അപ്പോൾ പിന്നെ അത് IFFK വേദികളിലൊക്കെ ആൾക്കാർ ഭയങ്കര ചിരിച്ചിരുന്നിട്ടാണ് കണ്ടത്. അപ്പം അങ്ങനെ ഇത് കാണാൻ പറ്റും. എന്നാൽ നിങ്ങൾക്ക് പിന്നെ ഒരു നല്ല സിനിമയ്ക്ക് ആഗ്രഹിച്ചിട്ട് വരാം. നല്ല സിനിമയ്ക്കായിട്ടുള്ള കുറച്ച് ഗുണങ്ങളും കൂടി സിനിമയ്ക്ക് ഉണ്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ഒക്കെ എന്താ ഒരുപാട് നാളത്തെ അതെ കഷ്ടപ്പാടാണ്. രക്തമാണ്. അപ്പോൾ ഇതെന്റെ രക്തവും നിങ്ങളൊക്കെ അടിച്ചോളി. ഈ പോത്തേട്ടൻ ബ്രില്യൻസ് പോലെ സാധനങ്ങൾ ഉണ്ടാവോ, ഒളിപ്പിച്ചു വെച്ചേക്കുന്ന സാധനങ്ങള്? അറിയില്ല, ഞങ്ങള് കണ്ടുപിടിക്കാൻ. അത് ഒളിപ്പിച്ചു വെച്ചേക്കല്ലേ, അത് അവിടെ ഇരിക്കട്ടെ. എന്നാ അത് അവിടെ തന്നെ ഇരിക്കട്ടെ, നമുക്ക് ഇവിടെ നിന്ന് എണീക്കാം. അപ്പൊ ശരി, താങ്ക് യു. കോഴിക്കോട് എണീറ്റത്. Thank you so much and all the best. താങ്ക് യു.